ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ കൊന്നപ്പൂവിൻ്റെയൊക്കെ കൊന്നപ്പൂവല്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ കൊല കുത്തി ഇങ്ങനെ ഫ്ലവർ വൈസിലൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല ഫ്ലവർ ഇട്ടോ, അടിപൊളി, നല്ല രസം. എൻ്റെ ചാനലിൽ എനിക്ക് 1000 സബ്സ്ക്രൈബറൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ കുറേ നാളെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയേക്കണം, ബട്ട് എനിക്കത് സബ്സ്ക്രൈബറൊന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എനിക്കൊരു മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടി 1000 വേണമെന്നല്ലേ പറയണേ. അപ്പോൾ 1000 സബ്സ്ക്രൈബർ കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇനി ഞാൻ പുറത്തൊക്കെ പോണ ഓരോ വീഡിയോസൊക്കെ പിടിച്ചിടുന്നുണ്ട്. പുറത്തൊക്കെ പോകുമ്പോഴും ഞാൻ ഓരോന്നൊക്കെ, എനിക്കതിന് മാത്രമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുമാവയൊക്കെ ഉള്ള കാരണം വീട്ടിലെ പണിയും പിന്നെ ഞാൻ കുറച്ച് പഠിക്കണമൊക്കെ ഉണ്ട്. നല്ല രസം. വെള്ളപ്പൂക്കൾ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇങ്ങനത്തെ നല്ല നമുക്കിവിടെ നാട്ടിലില്ലാത്തതും കാണാൻ ഇഷ്ടമുള്ള രസമുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ പിടിച്ചിടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഭംഗിയൊക്കെ കാണാൻ നല്ല ഒരു മണവും കൂടി ഉണ്ട് കേട്ടോ. അവിടെ നിറച്ച് ഈ പൂക്കളൊക്കെ വിരിഞ്ഞിക്കണായിരുന്നേ. ഈ പൂവിനൊരു മണമുണ്ട് കേട്ടോ. പൂവൊക്കെ നല്ല വിരിഞ്ഞിക്കണ കാരണം അപ്പുറത്തും തീ നിറച്ചുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല പൂക്കൾ വെയിലായിരുന്നു കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. അതിൻ്റെ അടിയിലാണെങ്കിൽ ഇതേ റാസ്ബെറി മുളച്ചേക്കുന്നു കേട്ടോ. റാസ്ബെറി ഇത് ഇതിനകത്ത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും റെഡ് കളർ റാസ്ബെറി ഉണ്ടാവും. നമ്മൾ ലണ്ടനിലൊക്കെ ഇങ്ങനെ ഉണ്ടാവണ ചെടി, സെയിം ചെടിയുടെ ഇലയൊക്കെ സെയിം തന്നെ, പക്ഷെ അവിടെ മൊത്തം ഉണ്ടാവണേ ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവണത് ബ്ലാക്ക്ബെറിയാണ്. ഇത് എല്ലാം റെഡ്. അങ്ങേ അകലെ ഒരു പിങ്ക് കളർ പൂവുണ്ടോ, അതിൻ്റെ അപ്പുറത്തെ വീട്ടുകാരുടെ ആപ്പിള് പൂ പോയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. പറ്റുന്നവരൊക്കെ സമയം കിട്ടുമ്പോൾ കാണുകയും കൂടി ചെയ്യണം കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പഠിക്കണമുണ്ട്. പിന്നെ അതുകൊണ്ട് എനിക്ക് ജോലിയും എല്ലാം കൂടി നമ്മൾ കുഞ്ഞുങ്ങളോട്ടാകുമ്പോൾ എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ ഇടാം. ഇപ്പോൾ സമ്മറായ നല്ല രസമാണ്. എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ പുറത്ത് പോകത്തില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊച്ചു സ്കൂളിൽ പോയി കഴിയുമ്പോൾ എല്ലാ ദിവസവും പോകണ്ടാവും. വരുന്നൊക്കെ കാഴ്ചകളും ഒക്കെ ആയിട്ട് പിടിച്ചിടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് ഇൻട്രോ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ എൻ്റെ വ്ളോഗ് എല്ലാവരും കാണണം. പിന്നെ എല്ലാവർക്കും നല്ല സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലെ യുദ്ധമൊക്കെ തീർന്നായിരുന്നു. എല്ലാം സമാധാനത്തോടെ പോകണം പോകുന്നതുകൊണ്ട് വളരെ സന്തോഷം. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. നമ്മളിന്ന് പുറത്ത് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ നല്ല സണ്ണി ഡേ ആണ്. നിറച്ചും ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്, യെല്ലോ കളർ ഫ്ലവേഴ്സ്. ഇപ്പോൾ കൂടുതലും ഫ്ലവേഴ്സൊക്കെ യെല്ലോ ആട്ടോ. ഇത് വേറൊരു ചെടിയിലൊരു നല്ല ഭംഗി കാണാനല്ലേ. ഇങ്ങനെ നല്ല രസമുള്ള പൂക്കൾ യെല്ലോ. അതുപോലെ തന്നെ ഇതെന്തോ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ പൂവാണ്. അതിൻ്റെ കളർ ചേഞ്ചാണ് വേറെ ഒരെണ്ണം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ കാണുന്നതാണ് കേട്ടോ പ്ലം ട്രീ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എവിടെയെങ്കിലും പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ വ്ളോഗ്സും അങ്ങനത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇടുന്നത്. പിന്നെ എനിക്ക് അകത്തുനിന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് എടുക്കാമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് എനിക്ക് എല്ലാവരും പിന്നെ ഹോം ടൂറൊക്കെ ഇടുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, കൊതി. പക്ഷേ എനിക്ക് വീടൊക്കെ വെച്ചിട്ടൊരു ഹോം ടൂറൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ നല്ല വീട്ടിൽ വെച്ചിട്ട് എനിക്ക് ഇതൊക്കെ ചെയ്യണം. കുക്കിംഗ് വീഡിയോസൊക്കെ നല്ല അടുക്കളയിലൊക്കെ വെച്ച് ചെയ്യണം എന്നൊക്കെയായിട്ട് ആഗ്രഹം. പിന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ചുകൂടെ വേണം. ഞാൻ വീഡിയോസൊക്കെ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ ഇടും. ഇങ്ങനെ പുറത്ത് പോയെന്ന് വെച്ചാൽ കുഞ്ഞു വാവയുണ്ട് എനിക്ക്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ പിടിക്കുന്നത്. പിന്നെ ഞാൻ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് അവിടുത്തെ കുറേ ആൾക്കാരുടെ എക്സ്പീരിയൻസും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടത്തേക്ക് കുറിച്ചൊക്കെ അറിയണതൊക്കെ എനിക്ക് ഇടാൻ പറ്റും. ഇപ്പം ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുവാവ ഓഗസ്റ്റ് മുതൽ സ്കൂളിൽ പോകും. അപ്പം ഞാൻ പുറത്തൊക്കെ ഇറങ്ങി ജോലിക്ക് പോകുമ്പോൾ എനിക്ക് കുറേ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ അതും പുറത്തെ കാര്യങ്ങളും അതൊക്കെ കുറിച്ച് എനിക്ക് നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ നാട്ടിലുള്ളവർക്കൊക്കെ ഇവിടുത്തെ കുറിച്ച് കാണാനും കേൾക്കാനും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ടോക്ക് ചെയ്ത വീഡിയോ ഒക്കെ ഇടുമ്പോഴോ അതിൽ നല്ല വ്യൂസും കുറേ കിട്ടുന്നുണ്ട് എനിക്ക്. അവരൊക്കെ ഫേമസ് ആയതിനായിരിക്കും അവർക്കൊക്കെ പിന്നെയും കിട്ടണതല്ലേ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ.
ഇപ്പോൾ ഒരു കുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് അതിൻ്റെ വീട്ടിലെ കുക്കിങ്ങും. എന്നാൽ വലിയ വീട് വലിയ കെറ്റപ്പുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ ഒന്നുമല്ല, പാവപ്പെട്ട ആൾക്കാർ. പക്ഷേ അതിനും ഇത് കിട്ടിയാൽ പൈസ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ചാനിച്ചിടണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വരുമാനമാവുമല്ലോ. എന്തെങ്കിലും എല്ലാവരും വരുമാനത്തിന് വേണ്ടിയല്ല ഓരോന്നൊക്കെ കാണിക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് മോണിറ്റൈസേഷൻ ചെയ്യണം. ഞാൻ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മോണിറ്റൈസേഷൻ ചെയ്ത് കിട്ടണം. പിന്നെന്താ, പിന്നെ ഞാൻ ഇടുന്ന വീഡിയോയുടെ വ്യൂസ്, ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഇടയ്ക്ക് വ്ളോഗുകളാണ്, ഓരോ സ്ഥലത്ത് പോകുന്ന സ്ഥലത്തൊക്കെ കാണും, അതൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. ഞാനും കൊച്ചും കൂടി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റോട്ടിൽ കൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇന്നൊരു സണ്ണി ഡേ ആണ്. വെതർ നല്ല ചൂടാണ്, ഒട്ടും തണുപ്പൊന്നുമില്ല. പിന്നെ ചില സമയത്ത് നല്ല തണുപ്പായിട്ടുള്ള ഇങ്ങനെ വരും, തണുത്ത കാറ്റ് വരും. ഞങ്ങളുടെ ജാക്കറ്റ് സാധനങ്ങളൊക്കെ ഒരു അഡ്വാൻസായിട്ട് എടുത്ത് കയ്യിൽ കവറിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നടക്കുന്നത്. ഈ ചെടി നോക്ക്, ഉണ്ടോ? നല്ല രസമല്ലേ ഈ പൂവൊക്കെ വരണുള്ളൂ കേട്ടോ. നല്ലൊരു പർപ്പിളല്ല, ഒരു മെറൂണും അല്ല, പിന്നെ പിങ്കിനേക്കാളും കൂടുതൽ. യെസ്, യാ പിങ്ക്. ഇതൊക്കെ ഫ്ലവർ ആവണുള്ളൂ കേട്ടോ. ഇനി കുറച്ച് കളയുമ്പോൾ ഇതൊക്കെ നല്ല ഫ്ലവർ ആവും. ഈ കാണുന്ന ചെടി ഉണ്ടല്ലോ, ഒരു റോസ് പോലെ. യെസ് കമ്മിങ് നല്ല വൈറ്റ് കളർ. നമുക്ക് ഇതിൻ്റെ പൂ ശരിക്കും റോസാപ്പൂ പോലെ ഇരിക്കണേ. മുള്ളുണ്ട് റോസ പോലെ, പക്ഷേ ചെടിയുടെ ലീഫ് റോസ പോലെയല്ല, വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല രസമുള്ള പൂക്കളാട്ടോ. ഇതെല്ലാം വരുന്നുള്ളൂ. എനിക്കിതൊക്കെ കാണുമ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു. ഈ പുല്ലൊക്കെ കാണുമ്പോൾ എൻ്റെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ പുല്ലൊക്കെ കാണുമ്പോഴല്ലോ ശരിക്കും ദൈവം ഇതൊക്കെ വെറുതെ പോകുമല്ലോ എന്നൊക്കെ അതിൻ്റെ വിഷമം വരും. യെസ് സ്കൈ നോക്കിയാൽ നല്ല ബ്ലൂ സ്കൈ, നല്ല പശുവും പാടൊക്കെ ഉണ്ടെങ്കിണ്ടല്ലോ ഈ പുല്ലൊക്കെ ഉള്ളത് നല്ല, പ്രത്യേകിച്ച് ഒരു വിഷാംശമൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ ഇതൊക്കെ തിന്നുമ്പോഴേ എനിക്കതുകൊണ്ട് നാട്ടിലാകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലും എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഞങ്ങൾ നിന്ന്. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ പശുവും ആടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരൊക്കെ ഫുഡായിട്ട് കൊടുത്ത് നമുക്കിതിങ്ങനെ വെറുതെ കാണുമ്പോഴും ഭയങ്കര വിഷമം വരും. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു വീടൊക്കെ വെച്ചിട്ട് ഒരു പശുവിനെയൊക്കെ വളർത്തുക എന്നുള്ളതൊക്കെ. നടക്കണം. ഞാൻ നടത്താനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അതെൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. അപ്പം ഈ പുല്ലുണ്ടായിക്കണം. ഇപ്പോൾ സമ്മറായിരുന്നു പുല്ലുണ്ടായിക്കണം. ഇപ്പോൾ നല്ല വെയിലാണ്, പുറത്തേക്ക് നല്ല വെയിലടിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അതേ ഇപ്പോഴത്തെ ഫ്ലാഗൊക്കെ ഉണ്ടോ? ചില വീടുകളിലൊക്കെ ആപ്പിളൊക്കെ പൂത്ത് തുടങ്ങി. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ആപ്പിളിൻ്റെ ട്രീ ഇതുവരെയും ഇത് ചെയ്തിട്ടില്ല കേട്ടോ. പൂത്തിട്ടില്ല. ഇല വന്നിട്ടുണ്ട്, പൂത്തിട്ടില്ല. അത് ഗ്രീനാണ്. പക്ഷേ റെഡ് ആപ്പിളൊക്കെയാണ് നേരത്തെ പൂത്ത് നിൽക്കുന്നുണ്ട്. റെഡിൽ നല്ല വൈറ്റ്. എല്ലാ ഫ്ലവേഴ്സിലും പല പല മരങ്ങളും. ഇവിടെ ഇങ്ങനെ വൈൽഡ് ബ്ലൂബെറീസൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നത് ഒരു 2 വർഷം മുമ്പുള്ള ജൂലൈ 31 വന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ചെറി പ്ലാന്റിൽ ചെറിയെല്ലാം തീർന്നു. പിന്നെ ചെറിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലം ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ റെഡ് കറൻറ്റ്, ബ്ലാക്ക് കറൻറ്റ് എന്ന് പറഞ്ഞ ഫ്രൂട്ട്സൊക്കെ. പക്ഷേ ഇവിടെ നോക്കി ചെറി ഉണ്ടോ? നമ്മുടെ സ്ട്രോബെറി പ്ലാന്റ്, വൈൽഡ് സ്ട്രോബെറി കുറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. വെള്ളപ്പൂറ്റൊക്കെ ഉണ്ടോ? ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഫേൺസ്, അത് ഇവിടെ ഉണ്ട്. ഞാൻ അടുത്ത് കാണിച്ചിട്ട് കേട്ടോ. ഫേൺസ് ഉണ്ടോ? നമ്മുടെ നാട്ടിലുള്ള ഫേൺസ്. ചില സാധനങ്ങൾ നമ്മൾ ഇറ്റലിയിൽ ഞങ്ങളൊരു ദിവസം പോയപ്പോൾ ഈ ചെമീനൊക്കെ ഇല്ലേ, അത് അവിടെ ഉണ്ട്. ഇവിടെ നോക്കിയാലും പൂക്കളാ. പൂ ഞാനൊരു പ്രേമിയാണ്. എനിക്കതുകൊണ്ട് പൂക്കൾ കാണുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം വേണ്ടി ക്രേസാണ്. ഞാനെന്താ പറഞ്ഞൊന്ന് മറന്നും പോയി. അപ്പോൾ അങ്ങനെ ചില ആൾക്കാർ, അപ്പോൾ ഞാൻ വിചാരിക്കേ വെറുതെ ഇങ്ങനെ ചില ആൾക്കാർ സംസാരിച്ച് വെറുതെ കുറേ പൈസയൊക്കെ ഉണ്ടാക്കണം. ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്നൊക്കെ നമ്മളിങ്ങനെ അത് ചില ആൾക്കാരുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കിട്ടും. എൻ്റെ അങ്ങനെ കിട്ടണില്ല, പോകുന്നില്ല. നമ്മളെൻ്റെ പേരടിച്ചാൽ പോലും, ആ ചാനലിൻ്റെ പേരടിച്ചാൽ പോലും, പിന്നെ യൂട്യൂബിൽ അടിച്ചാൽ പോലും വരുന്നില്ല. ഓരോരുത്തരത് വരാനുള്ള രീതികളൊക്കെ പറഞ്ഞു അതൊക്കെ ചെയ്തിട്ടും ശരിയാവണില്ല. നല്ല സ്കൈ അല്ലേ? അപ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടോ കേട്ടോ. നല്ല സ്കൈ, നല്ല രസമുള്ളത്.
അപ്പോൾ നമ്മൾ വന്ന് അപ്പം പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ അതിനകത്ത് കൂടുതലൊന്നും എനിക്ക് ഒന്ന് അറിയാനൊന്നും പറ്റിയില്ല എന്തൊക്കെ ഫ്രൂട്ടാന്ന്. ഈ സമയത്തൊക്കെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം കാണാൻ പറ്റും. കുറേയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫ്രൂട്ട്സുകളൊക്കെ പ്രത്യേകിച്ചുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളിന്ന് പുറത്ത് ഞാൻ കുറച്ച് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ എന്ന് ഇതുപോലെ എന്തെങ്കിലും വ്ളോഗൊക്കെ ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. തിരിച്ചു കയറുക. ഈ ഫോൺ കൊണ്ടുവച്ചിട്ട് ഒന്നുകൂടെ നടക്കാൻ വരാം. അപ്പുറത്തൊക്കെ നല്ല കാഴ്ചകളാണ് കേട്ടോ. പൂങ്കാമനം പോലെ പൂവൊക്കെയാണ് ഓരോ സ്ഥലത്തൊക്കെ. ഇതിവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. കുറച്ച് വീടുകൾക്കുള്ള അത്രയും വീടുകളുടെ നമ്പർ ഉണ്ടാവും. അവർക്കൊക്കെ ലെറ്ററൊക്കെ ഇവിടെ കൊണ്ടുവിടും. അപ്പോൾ മിക്കതും വരുന്ന പോസ്റ്റിലാണ് വരുന്നത്. എന്നിട്ട് നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. കുറേ ഈ ആൾക്കാരൊക്കെ ഓരോ വീടുകളിലൊക്കെ ഇങ്ങനെ വിറകൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ. എന്താണെന്നറിയോ, നമ്മുടെ യൂറോപ്പിലൊക്കെ പണ്ടത്തൊക്കെ ഇപ്പോൾ ഹീറ്ററാണ്. പണ്ടൊക്കെ ഒരു സ്റ്റൈൽ ഓഫ് ഇങ്ങനെ ഇതില്ലേ ഇങ്ങനെ കത്തിക്കണത്. അതിൻ്റെ പേരെനിക്കറിയില്ല. ഇവിടുത്തെ ഫെൻസ് നോക്കി എല്ലാ വീടിനും മതിലില്ല ഉണ്ടോ. ഇവിടുത്തെ ഒരു പണ്ട് ഞാൻ ഇത് കേട്ടേക്കണാണ്, നമ്മൾ മതിൽ വയ്ക്കാൻ പാടില്ല വീടുകൾക്ക്. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഫയറിനായാലും പെട്ടെന്ന് വരാൻ വേണ്ടി, ഫയർ എഞ്ചിനായാലും വരാൻ വേണ്ടി അവർക്ക് ആംബുലൻസൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഡോറ് നമ്മളെ നാട്ടിലെ കുട്ടി ഗേറ്റൊക്കെ ഇട്ടടച്ച വണ്ടിക്ക് വരാൻ പറ്റുമെന്നല്ലോ. അതിൻ്റെ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിലാണ് മതിലില്ല, ഫെൻസിങ്ങിന് മരം കൊണ്ടുള്ള ഫെൻസിങ്ങാണ്. നോക്കി നല്ല രസമല്ലേ. ഫ്ലവേഴ്സ് നിറഞ്ഞേക്കണുണ്ടോ, ഫ്ലവേഴ്സ്. അപ്പുറത്ത് അങ്ങോട്ട് പോയ ഒരേ വീട്ടിലെ വീടുകളിലൊക്കെ ഇത് കാണാം. കുറേ ടൂളിപ്പ് ഉണ്ടായിരിക്കണം ഗാർഡനൊക്കെ. കുറേ ആൾക്കാരൊക്കെ കൃഷി ചെയ്യും. എന്നുവെച്ചാൽ ചെറിയതായിട്ട് ഈ വൈൽഡ് ബ്ലൂബെറി ഒത്തിരി ഉണ്ടായി നിൽക്കണം. ഉണ്ടായിട്ടില്ല അതിൻ്റെ ചെടികൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ വീഡിയോയിലാണ് കണ്ടേക്കണേ. അതുപോലെ പിന്നെ വൺ കാർ ഈസ് കമ്മിങ്. കം കം കം. ഫ്ലൈറ്റ് വേണമുണ്ടോ? എയർപോർട്ട് ഇവിടെ അടുത്താണ്. ചുവന്ന പൂക്കളുണ്ടോ? നോ 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 നോ. നല്ല ഭംഗിയുള്ള പൂവല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ വ്ളോഗൊക്കെ ഇടാം കേട്ടോ. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോട്ടിൽ കൂടെ ഒന്ന് ജസ്റ്റ് നടക്കാൻ, പുറത്തിറങ്ങി നിൽക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, കൊച്ചിനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്ത്, കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതി, അത്രയും സബ്സ്ക്രൈബ്, 500 സബ്സ്ക്രൈബറും കൂടി എല്ലാവർക്കും കൂടി സപ്പോർട്ട് ചെയ്ത് കിട്ടുവാണെങ്കിൽ കുറച്ച് ഇടയ്ക്കൊക്കെ എല്ലാവരും എൻ്റെ വീഡിയോ കുറച്ചൊക്കെ കാണുകയും സപ്പോർട്ടും ചെയ്യുകയാണെങ്കിൽ വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് വ്ളോഗ്. ബൈ ബൈ.